ഫ്രണ്ട്സ്, സുഖാലം എല്ലാവർക്കും. നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു എൻ്റെ ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് സ്കിന്നിൽ യൂസ് ചെയ്യണത് ഡെയിലി റുട്ടീൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മോർണിംഗിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാൻ യൂസ് ചെയ്യണത്, നമ്മൾ നേരത്തെ 2 days ബാക്ക് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫേസിലും അതുപോലെ തന്നെ ബോഡിയിലും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡറിനെ കുറിച്ച്. അപ്പോൾ ഞാനത് മുകളിലിടാം, ജസ്റ്റ് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അതാണ് ഞാൻ നമ്മുടെ ഫേസിൽ ഫേസ് പാക്ക് ആയിട്ടും അല്ല ഫേസ് വാഷ് ആയിട്ടും അതുപോലെ തന്നെ ബോഡി വാഷ് ആയിട്ടും യൂസ് ചെയ്യണത്. അപ്പോൾ അത് തന്നെയാണ് ഡെയിലി ബേസിൽ യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ക്ലെൻസിങ് ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യണത്. നമ്മൾ നോർമൽ ബ്രഷൊക്കെ ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യും. അതിന് ശേഷം നെക്സ്റ്റ് ഒരു 1 minute കഷ്ടിയൊക്കെ വെക്കുള്ളൂ കേട്ടോ. അതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയും. അതിനുശേഷം നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന ടോണിങ് ആണ്. ടോണറായിട്ട് ഞാൻ യൂസ് ചെയ്യണത്, ഇപ്പോൾ ചില സമയത്ത് ഞാൻ നമ്മളുടെ ചെമ്പരത്തിപ്പൂട്ട് ടോണർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ചില സമയത്ത് ഞാൻ നമ്മളുടെ കുക്കുംബർ ജ്യൂസ് എടുത്തിട്ട് അത് മാത്രം ടോണറായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ റോസ് വാട്ടർ, മെയിനായിട്ടും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റോസ് വാട്ടർ തന്നെയാണ്. പിന്നെ ഞാൻ ബീട്രൂട്ടും നമ്മളുടെ റോസ് വാട്ടറോടെ മിക്സ് ചെയ്ത് ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡെയിലി അല്ല, ചിലപ്പോൾ അത് ഞാൻ നമ്മളുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ 3-4 ബോട്ടിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കുംബർ, ബീട്രൂട്ട്, അതുപോലെ തന്നെ ചെമ്പരത്തി, നോർമൽ റോസ് വാട്ടർ, അങ്ങനെയൊക്കെ. അത് ഓരോ ദിവസം മാറി മാറി യൂസ് ചെയ്യണത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യണത് റോസ് വാട്ടർ തന്നെയാണ് ടോണറായിട്ട്. അപ്പോൾ ഏതാ ടോണർ എന്നുള്ളത് ഞാൻ നമ്മളുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൽ പിക്ചർ കൂടെ കാണിക്കാം. അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ. അതുപോലെ തന്നെ വീട്ടിൽ ഒത്തിരി റോസ് ഫ്ലവേഴ്സൊക്കെ ഒരുമിച്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടായത് തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ക്ലെൻസിങ് ടോണിങ് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ബാത്ത് ആൻഡ് ബോഡി വാക്സിൻ്റെയാണ്. ഞാനിത് നമ്മളുടെ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു 10 പേർക്ക്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പല ടൈപ്പ്, സ്ട്രോബെറി, അങ്ങനെ ഇതിൻ്റെ ബാം നല്ല ഷുഗറാണ്. ഇനി മാറി മാറി ഒരു 3-4 ബോട്ടിലുണ്ട്. അപ്പം ബാത്ത് ആൻഡ് ബോഡിയിട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ക്രീം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നവർക്ക് ഞാൻ കാണിച്ചു തരാം. ബയോട്ടിക്കിൻ്റെ ഈ ക്രീമാണ് ഞാൻ രാത്രിയിൽ ഉപയോഗിക്കുന്നത്. പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം ഇതാണ് ബോഡിയിൽ പുരട്ടുന്നത്. ഇത് ബയോട്ടിക്കിൻ്റെ സ്കിൻ വൈറ്റനിങ് ബോഡി ലോഷനാണ് ഫോർ എക്സ്ട്രാ ബ്രൈറ്റനിങ് ആൻഡ് റേഡിയൻസ്. ആയുർവേദിക്കാണ്, 100% നാച്ചുറലാണ്. എനിക്കിഷ്ടമാണ്. ഇതിനൊരു ഒരു നാച്ചുറൽ സ്മെല്ലാണ്. നമ്മൾ പുൽത്തൈലൊക്കെ ഇല്ല, അതിൻ്റെയൊക്കെ സ്മെല്ലാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ സ്മെല്ല് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര എന്താ പറയുക, സാൻഡലിൻ്റെയോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഒന്നും സ്മെല്ലല്ല, വളരെ നാച്ചുറലായിട്ട് സ്മെല്ലാണ്. എനിക്കിഷ്ടമാണ്. ഞാൻ ഇത് തന്നെയാണ് ബോഡിയിൽ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങൾ കണ്ടില്ലേ, അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. നോർമലായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യണത് ഈ ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ പൗഡർ തന്നെയാണോ എന്ന് ചോദിക്കുന്നത്. നമുക്കത് എന്താ പറയുക, നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മളുടെ ഫേസിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. നമുക്കത് യൂസ്ഫുൾ ആയൊരു മെത്തേഡും അല്ല. അപ്പം ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ഫേസ് വാഷാണ്. പുറത്ത് പോകുമ്പോൾ എൻ്റെ ബാഗിലൊക്കെ ഉണ്ടാവണം, ഞാൻ ക്യാരി ചെയ്യണത് ഈ ഒരു ഫേസ് വാഷാണ്. ഇതിൻ്റെ പേര് ആഹാ ഗ്ലോ എന്നാണ്. മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 230 രൂപയാണ്. ഇതാണ് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫേസ് വാഷ്. എനിക്കിഷ്ടമുള്ളൊരു ഫേസ് വാഷാണിത്. ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ വളരെ എഫക്റ്റീവായുള്ള റിസൾട്ട് തരുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ്. അതായത് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത്, നമ്മളിതൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീട്ടിലോട്ട് പോവുമോ അല്ലെങ്കിൽ നമ്മളൊരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുമോ, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഇതാണ് ഞാനത് ബാഗിൽ ക്യാരി ചെയ്യണത്. ഫേസ് വാഷ് കഴിഞ്ഞിട്ട് നമ്മൾ കോമൺ ആയിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഉള്ള കാര്യമല്ല, പുറത്തോട്ട് പോകുന്ന സമയത്ത് എന്തായാലും സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യണം 3-4 സൺസ്ക്രീൻസ് ഉണ്ട്. അതിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിൽ കോമൺ ആയിട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യണത് UV ഡോക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇതാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഫിനിഷ് ആവാറായിട്ടുണ്ട്. ഇതാണ് ഞാൻ കുറേ ആൾക്കാർക്കൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അതുപോലെ വളരെ നല്ല ഒരു റിസൾട്ട് തരണ ഒന്നും കൂടെയാണ്. വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. ഓൾ ടൈപ്പ് സ്കിന്നിൽ ഇത് യൂസ് ചെയ്യാം. രഹസ്യമായിട്ട് കൂടെ പറഞ്ഞുതരാം, ആരോടും പറയില്ലെങ്കിൽ മാത്രമേ പറഞ്ഞുതരുള്ളൂ. ഇതാണ് നമ്മളുടെ രഹസ്യമായ ഡ്രിങ്ക്.
ഇത് ഞാൻ ഡെയിലി കുടിക്കാറുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നോർമൽ മിൽക്ക്, അതിലേക്ക് ഒരു 10 ബദാം നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് അത് അരച്ച് ചേർത്തിട്ടുണ്ട് ഇതിനകത്തോട്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുങ്കുമപ്പൂവാണ്. അത് ഒരല്പം എടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു യെല്ലോ കളർ ഷെയ്ഡ് ഉണ്ടാവും. ഇത് നമ്മളുടെ നാച്ചുറൽ ഗ്ലൂട്ടാത്തിയാനാണ്. നമ്മളുടെ സ്കിൻ വൈറ്റനിങ്ങിന് വളരെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് കുടിക്കാവുന്നതാണ്. വളരെ എന്താ പറയുക, ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒന്നാണ്. അപ്പോൾ ഇതും വളരെ നല്ലതാണ്. അപ്പോൾ ഡെയിലി എന്നുള്ള രീതിയിൽ എൻ്റെ സ്കിൻ കെയറിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മിൽക്ക് കൂടെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ എഫക്റ്റീവാണ്. നമ്മൾ ജ്യൂസൊക്കെ ABC ജ്യൂസ് ഡ്രിങ്കൊക്കെ കുടിക്കില്ലേ, അതുപോലെ തന്നെ ഈ ഗ്ലൂട്ടാത്തിയൻ ഡ്രിങ്കും വളരെ സ്കിൻ വൈറ്റനിങ്ങിന് എഫക്റ്റീവ് ആയുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡെയിലി ബേസിസ് എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. പിന്നെ ബാത്തിങ് പൗഡറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാറുണ്ട് സ്കിന്നിൽ. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ്, നല്ല പട്ട് പോലെ സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും, വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് ഞാൻ ബോഡിയിലും ഒക്കെ യൂസ് ചെയ്യണത്. അപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം നന്നായിട്ട് ചെറിയതായിട്ട് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട്, ഇപ്പം നല്ല കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് ബോഡിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച്, ഫേസിലും ബോഡിയിലും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ ബാത്തിങ് പൗഡർ ഇട്ടിട്ട് കുളിക്കാറാണ്. അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുമെന്ന് ചോദിക്കാറുണ്ട് പലരും. ഞാൻ ഫേസിൽ സോപ്പ് ഉപയോഗിക്കാറില്ല, ഒട്ടും ഉപയോഗിക്കാറില്ല ഫേസിൽ, പക്ഷേ ബോഡിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതിനും ഞാനൊരു സീക്രട്ട് മെത്തേഡ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അലോവേരയാണ്. ഇപ്പോൾ അലോവേര മെയിനായിട്ടുള്ളൊരു സോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറ കളഞ്ഞതിന് ശേഷം ഈ തണ്ടിൻ്റെ 2 സൈഡിലുള്ള മുള്ളു പോലുള്ള ഭാഗം നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്യുക. അലോവേര നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടായി. അതിന് ശേഷം അതിൻ്റെ ഫ്ലഷ്, അത് നല്ലതായ ഒരു ഫ്ലഷ് ആയിട്ടുള്ളൊരു ഭാഗമില്ല, അത് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കുക. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ആക്കാം. ഇതിന് നേരെ ഞാൻ ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഗ്ലിസറിൻ വേണമെങ്കിൽ 2-3 ഡ്രോപ്സ് ചേർക്കാം. എന്നുവെച്ചാൽ നന്നായിട്ട് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് അരച്ച് എടുക്കുക. ഇത് കഴിയുമ്പോൾ ഒരു കഞ്ഞിവെള്ളം പോലെ ഈ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സോപ്പിൻ്റെ ബേസാണ്. ഇത് ഓൺലൈനിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ സോപ്പ് ബേസ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയേഴ്സിൻ്റെ സോപ്പാണ്. പിയേഴ്സിൻ്റെ സോപ്പും വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ താഴെ ഒരു ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ബൗൾ വെച്ചു. ആ ബൗളിലേക്ക് നമ്മൾ ഇതിൻ്റെ സോപ്പിൻ്റെ ബേസ് ഇട്ട് കൊടുത്തു. അത് മെൽട്ടായി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മൾ ഹണി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഫൈനലി നമ്മളുടെ അലോവേര ജെല്ല് നമ്മൾ അടിച്ചെടുത്തില്ലേ, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ഒന്ന് സെറ്റാക്കിയതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗ്ലിസറിൻ സോപ്പാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഗ്ലിസറിൻ ചേർക്കേണ്ടതില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 to 5 ഡ്രോപ്സ് വരെ നമുക്ക് ഗ്ലിസറിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, നമ്മൾ ബോഡിയിലാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ചെമ്പരത്തിയുടെ പൂവ് അത് മാത്രം നമ്മൾ ചെറുതായിട്ട് നുറുക്കിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുഞ്ഞാണ് കേട്ടോ ഇതിലിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് മാറും. അതിനുശേഷം ഒരു ഡാർക്ക് കളറാകും. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ഗ്ലാസ്, ഒരു എന്താ പറയുക, പേപ്പർ ഗ്ലാസ് ആണിത്. അതിലേക്ക് നമ്മൾ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മെൽട്ടായിരിക്കുന്ന ഈ ഒരു നമ്മളുടെ സോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പുറത്ത് വെച്ചിട്ടാണെങ്കിൽ സെറ്റാവും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 hour പോലും എടുക്കില്ല, അതിന് മുമ്പ് തന്നെ സെറ്റായി കിട്ടും. നമ്മളെ സോപ്പ് റെഡിയായി കഴിഞ്ഞു. ഈ സോപ്പാണ് ഞാൻ എൻ്റെ സ്കിന്നിലും കുഞ്ഞിൻ്റെ സ്കിന്നിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. വളരെ നല്ലതാണ് കണ്ടോ. മാത്രമല്ല നമ്മൾ നോർമൽ സോപ്പ് പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. എന്നാൽ വളരെയധികം എന്താ പറയുക, നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. ഇത് കുഞ്ഞാണ് കേട്ടോ, കാണിക്കണത് മോളാണ്. അതുപോലെ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ക്യാമറ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മമ്മീനെ കൊണ്ട് കാണിച്ചു തരാം. ഇതിൽ നല്ല സോപ്പിൻ്റെ പാതയൊക്കെ നല്ല പോലെ ഉണ്ടാവും. നമ്മൾ നോർമൽ സോപ്പില്ലേ അത് തന്നെയാണ് യൂസ് ചെയ്യണ പോലെ തന്നെ ഉണ്ടാവും. എന്നാൽ നമ്മുടെ സ്കിന്നിന് എന്താ പറയുക, സാധാരണ സോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഇതങ്ങനെയൊന്നുമില്ല. ഉപയോഗിച്ചിട്ടുണ്ട് ശേഷം നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമ്മൾ
മിക്കപ്പോഴും ടി വി തുറക്കുമ്പോൾ കാണുന്ന പരസ്യങ്ങളിലെ സോപ്പുകൾ എങ്ങനെയുള്ളത്, ഈ സോപ്പിൽ ബദാമുണ്ട്, ഈ സോപ്പിൽ നിങ്ങളുടെ സ്കിന്നിനെ കെയർ ചെയ്യണ എന്താ കസ്തൂരി മഞ്ഞളുണ്ട്, മഞ്ചിഷ്യുണ്ട്, ഒത്തിരിയുള്ള താമരയല്ലിയുണ്ട്, അങ്ങനെ വളരെയധികം എന്താ പറയുക പരസ്യങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷേ മിക്ക സോപ്പുകളിലും അതൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. എന്നാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ ഈ സോപ്പിൽ വളരെ ഗുണപ്രദമായ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും എന്താ പറയുക പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും. ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ പറയണേ, വളരെ നല്ലതാണ്, ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. മീൻസ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്ന തരത്തിലൊന്നുമില്ല. നമ്മൾ അല്ലെങ്കിൽ നോർമലായിട്ട് സോപ്പ് ഉപയോഗിക്കുന്ന നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിപ്പോൾ ഇത് അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ സ്കിൻ കെയറിലെ ഒരു സീക്രട്ടോട് ഞാൻ പറഞ്ഞു തന്നില്ലേ. നെക്സ്റ്റ് സംശയം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി എന്നുള്ള രീതിയിൽ ചേച്ചി ഫേസ് പാക്ക് ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളതാണ്. ഡെയിലി എന്നുള്ള രീതിയിൽ ഫേസ് പാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. നമ്മൾ ഫേസ് വാഷ് പൗഡർ ഇല്ല, അത് ഞാൻ ഡെയിലി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ ഫേസ് പാക്ക് എന്നുള്ള രീതി ഉപയോഗിക്കുന്നത് വെച്ചാൽ ചില അതായത് പീരിയഡ്സിൻ്റെ സമയത്ത് എനിക്ക് പിമ്പിൾസ് വരാറുണ്ട്. ഒരു 1 മന്ത് മുൻപുള്ള വീഡിയോസിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഈ 2 സൈഡിൽ നിറയെ പിമ്പിൾസ് വന്നിട്ട് അന്ന് കുറച്ചധികം വന്നിട്ട് ശരിക്കും കറുത്ത പാടുകളായിട്ട് 2 കവളിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും കാണാൻ ഒത്തിരി പേരോട് ചോദിക്കേണ്ടത് ചേച്ചിയുടെ സ്കിന്നിൽ ഒത്തിരി പാട് വന്നല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പീരീഡ്സിൻ്റെ സമയത്ത് അങ്ങനെ വന്ന പിമ്പിൾസ് വരുന്ന സമയത്ത് മാത്രം ആ ഒരു പീരീഡ് മാത്രം ഞാൻ പിമ്പിൾസ് വരുന്നതിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് പാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ പേരയിലും കസ്തൂരി മഞ്ഞളും കൂടെ അരച്ചിട്ട് ആ സമയത്ത് ഫേസിലിടും. അതുപോലെ തന്നെ പൊട്ടാറ്റോ അരച്ചിട്ട് റോസ് വാട്ടറോട് മിക്സ് ചെയ്തിട്ട് ഫേസിലിടും. ഈ ഒരു കെയർ ആ ഒരു 1 വീക്കിൽ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം നന്നായി ഈ പിമ്പിൾസ് വന്നതൊന്നും മാറാനായിട്ടും അതിൻ്റെ കറുത്ത പാടുകൾ മാറാനായിട്ടും ആ സമയത്ത് റെഗുലറായിട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ പാട് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറാനായിട്ട് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ മാത്രം ഞാൻ ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയാണ് ഞാൻ ഫേസ് പാക്ക് യൂസ് ചെയ്യാറ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കൊക്കെ നിങ്ങൾ കാണിച്ചു തരാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്ക് കാണിച്ചു തരാം. അതാണ് നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് അതിലേക്ക് നമ്മൾ ഹണി, നല്ല പ്യുവർ ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഹണി കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടറോട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് പേസ്റ്റ് രൂപത്തിലാക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് കിട്ടണം. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കിൽ ഒരെണ്ണം. ഇത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഇതിലേക്ക് പുളി ഇട്ടിട്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കണ്ടോ, ഇനി ഈ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഈ പാക്ക് ക്ലെൻസ് ചെയ്ത ഫേസിലിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ ആവി പിടിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞുള്ള പേരയിലിട്ടോ ആര്യവേപ്പിലിട്ടോ തുളസിയിലിട്ടോണ് ആവി പിടിക്കുക കേട്ടോ. അതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവി പിടിച്ചതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കൂടെ റിസൾട്ടാണ് വളരെ എന്താ പറയുക, കുറച്ചും കൂടെ ഒന്ന് എഫക്റ്റീവായ റിസൾട്ടായിട്ട് തോന്നും. കഴുത്തിലും ഫേസിലും കണ്ണടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ണിനടിയിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ റിമൂവ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഇടയ്ക്ക് വാട്ടർ കൊണ്ട് നനച്ചു കൊടുക്കുക. 20 മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് വെറുതെ വാഷ് ചെയ്യാം. ഇതാണ് നോർമലായിട്ട് ഞാൻ ചെയ്യുന്ന ഫേസ് പാക്ക്. ഇതിനൊപ്പം തന്നെ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും നമ്മൾ എന്താ പറയുക വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ നൈറ്റിൽ കിടക്കാൻ പോണതിന് മുമ്പായിട്ട് ചെയ്യണ കാര്യം എന്ന് വെച്ചാൽ നൈറ്റ് ഇതുപോലെ തന്നെ ക്ലെൻസ് ചെയ്യും. ഒന്നെങ്കിൽ പാൽ ഉപയോഗിച്ചായിരിക്കും ക്ലെൻസ് ചെയ്യണത്. വെറുതെ പാൽ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. അതിന് ശേഷം നന്നായിട്ട് നമ്മൾ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയും. അതിന് ശേഷം ഞാൻ ടോണർ ഉപയോഗിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ടോണർ ആയിരിക്കും. മെയിനായിട്ട് ഞാൻ റോസ് വാട്ടർ തന്നെയാണ് ഉപയോഗിക്കാറ്. റോസ് വാട്ടർ ഉപയോഗിച്ച് ടോൺ ചെയ്യും. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യും. ചിലപ്പോൾ അലോവേര ജെൽ മാത്രമായിട്ടായിരിക്കും അപ്ലൈ ചെയ്യണത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബർത്തൻ ബോഡിയുടെ ഏതെങ്കിലും ക്രീമാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും. ബോഡിയിൽ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യും. അതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാസ്റ്റർ ഓയിൽ ഞാൻ എന്തായാലും കിടക്കാൻ നേരത്തെ എൻ്റെ സ്കിന്നിൽ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് കാസ്റ്റർ ഓയിൽ, വൗവിൻ്റെ കാസ്റ്റർ ഓയിൽ. ഇതാണ് ഞാൻ ഡെയിലി ബേസിസ് എന്നുള്ള രീതിയിൽ നമ്മളുടെ പുരുകത്തിൽ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ കൺപീലുകളിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്, വൗവിൻ്റെ കാസ്റ്റർ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കണേ. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തന്നു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.